യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്ന് ദുഃഖ വെള്ളിയാഴ്ചയാണ്. യേശുവിൻ്റെ പീഡാസഹനത്തെയും മരണത്തെയും ഓർക്കുന്ന ഒരു ദിവസമാണ്. പ്രകൃതിക്ക് പോലും ഒരു ദുഃഖമുള്ള, അന്തരീക്ഷത്തിന് പോലും ദുഃഖമയമുള്ള ഒരു ദിവസമാണ് ഇന്ന്. യേശുവിൻ്റെ പീഡാസഹനത്തെ, പീഡാനുഭവത്തെ, ആ കുരിശിൻ്റെ വഴിയെ ഏറെ ധ്യാനാത്മകമായി ഓർക്കുന്നൊരു ദിവസമാണ്. എല്ലാ പള്ളികളിലും ഈ ദുഃഖ വെള്ളിയാഴ്ച ദിവസം പ്രത്യേക പ്രാർത്ഥനയും കുരിശിൻ്റെ വഴിയുമൊക്കെയുണ്ട്. ഇന്ന് ഈ ദിവസത്തിൻ്റെ എല്ലാ പ്രാർത്ഥനകളും നിങ്ങൾക്ക് ആശംസിക്കുവാണ്. സഹനം ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തെ നോക്കുമ്പം കടൽ തീരം പോലെ തോന്നും ജീവിതവും. കടൽ തീരത്ത് എപ്പോൾ ചെന്നാലും തിരമാലകളാണ്, എപ്പോഴും തിരമാലകളാണ്. ഒന്ന് ചെറുതാണെങ്കിൽ ഒന്ന് അതിനേക്കാൾ വലുത്. എന്നാൽ 1, 2, 5 തിരമാല കഴിയുമ്പം എന്നാൽ ഇനി ഒരു 2-3 മണിക്കൂർ റെസ്റ്റായിരിക്കുമെന്ന് ചിന്തിച്ചാലോ? അല്ല, കണ്ണുയർത്തി നോക്കുമ്പോൾ കാണാം അപ്പുറത്തൊരെണ്ണം ഉരുണ്ട് വരുന്നുണ്ട്. ഈ കഴിഞ്ഞു വന്ന 5-6 തിരമാലകളെയും മൂടിക്കൊണ്ട് അതിനേക്കാൾ വലിയൊരെണ്ണമാണ് ഉരുണ്ട് വരുന്നത്. അതങ്ങ് പോയി തിരിച്ചിറങ്ങി അങ്ങ് പോകുമ്പം ഇനിയൊന്ന് ആശ്വസിക്കാമെന്ന് വിചാരിക്കുമ്പോഴാണ് ഒരു ചെറിയൊരെണ്ണം കയറി വരുന്നത്. ഏതു സമയത്തും ഒന്നിനു പുറകെ ഒന്നായി ഉണ്ടാകുന്ന ചെറുതും വലുതുമായ തിരമാലകൾ പോലെ സങ്കടങ്ങൾ ജീവിതത്തിൽ ആഞ്ഞടിക്കുന്നുണ്ട്. പല സങ്കടങ്ങളും. പക്ഷെ എൻ്റെ ജീവിതത്തിൽ നിന്ന് മനസ്സിലായൊരു കാര്യമുണ്ട്. ചില സഹനങ്ങൾക്ക് നക്ഷത്രങ്ങളുടെ തിളക്കമുണ്ട്. ചില സങ്കടങ്ങളും വേദനകളും നക്ഷത്രങ്ങളെ പോലെയാണ്. അവയ്ക്ക് എവിടെയോ തിളക്കമുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, ചില സഹനങ്ങൾ യേശുവിൻ്റെ കുരിശിനോട് ചേർത്ത് വയ്ക്കുന്ന സഹനങ്ങൾ സൗഭാഗ്യങ്ങളായി മാറും. ഇന്ന് യേശുവിൻ്റെ കുരിശിനെ ധ്യാനിക്കുമ്പം അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. കാര്യം, എല്ലാവരും കൈയൊഴിഞ്ഞു പോയി. എല്ലാവരും യേശുവിൻ്റെ പീഡാസഹനത്തിൻ്റെ മുമ്പിൽ പേടിച്ചും അല്ലാതെയൊക്കെ ഓടി. ഭയപ്പെട്ട് പലരും ഓടി, പ്രിയപ്പെട്ടവരെല്ലാം ഓടി. കൈയൊഴിയുന്ന മനുഷ്യരെ കാണാം, പക്ഷെ കൈയൊഴിയുന്ന ഒരു ദൈവത്തെ എവിടെയും കാണാൻ പറ്റത്തില്ല. മനുഷ്യൻ കൈയൊഴിയും, മനുഷ്യൻ മറക്കും. രാത്രിയിൽ അവനവൻ്റെ നിഴല് പോലും അവനെ വിട്ടുപോകുമെന്നാണ്. അവൻ്റെ ജീവിതത്തോട്, ശരീരത്തോട് ചേർന്ന് കിടക്കുന്ന നിഴല് പോലും രാത്രിയിൽ കാണാനില്ല. അതെവിടെയോ പോയിരിക്കുന്നു. അത്രേ ഉള്ളൂ. ഒന്നും ആരോടും അധികം നാൾ ചേർന്നിരിക്കാറില്ല. പക്ഷെ ദൈവം ഒരിക്കലും അവനെ ഉപേക്ഷിക്കില്ല, ഒരിക്കലും കൈയൊഴിയുകയില്ല. മനുഷ്യൻ കൈയൊഴിയും, പക്ഷെ കൈയൊഴിയുന്നൊരു ദൈവത്തെ എവിടെയും കാണില്ല. നിന്നെ ദൈവം കൈവിടുകയില്ല. നിൻ്റെ ഈ സഹനം എന്തോ നന്മയ്ക്കാണ്. ഇന്ന് പ്രാർത്ഥിക്കുന്നത്, കർത്താവ്, എൻ്റെ ജീവിതത്തിലെ ചെറുതും വലുതുമായ എല്ലാ സഹനങ്ങളെയും നിൻ്റെ കുരിശിനോട് ചേർത്ത് വയ്ക്കുന്നു, നിൻ്റെ കുരിശിനോട് ചേർത്ത് വയ്ക്കുന്നു. പ്രാർത്ഥിക്കുവാണ്. ഞങ്ങളുടെ ഓരോ സങ്കടങ്ങളും ചിലപ്പോൾ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ്. സഹിച്ച് മടുത്തു. എന്തൊരു ജീവിതമാണിത്! സഹനം മാത്രമേ ഉള്ളല്ലോ എൻ്റെ ജീവിതത്തിൽ. എന്താണ് എനിക്ക് മാത്രം ഇങ്ങനെ? എൻ്റെ ജീവിതം എന്താ ഇങ്ങനെ പരാജയമായത്? എനിക്ക് മാത്രം എന്താ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും മാറാത്തത് ഈ സഹനങ്ങളൊന്നും? പ്രിയപ്പെട്ടവരെ, ചില സഹനങ്ങൾ ജീവിതത്തിൽ നിന്ന് പെട്ടെന്ന് മാറിപ്പോകില്ല. ചിലത് മാറിപ്പോവും, ഒന്ന് പ്രാർത്ഥിച്ചാൽ. ചിലത് മാറിപ്പോവും. ചിലത് കടൽ തീരത്തെ പാറ പോലെയാണ്. എത്ര തിരയടിച്ചാലും തിരമാല പൊട്ടിപ്പോകുമെന്നല്ലാതെ ആ പാറയ്ക്കൊരു കുലുക്കവും ഇല്ല. ചില സഹനങ്ങൾ അനങ്ങാപ്പാറ പോലെയാണ്. അങ്ങനെ മാറാത്ത ചില സഹനങ്ങൾ ജീവിതത്തിലുണ്ടോ? പ്രാർത്ഥിച്ചിട്ടും എന്തൊക്കെ നോക്കിയിട്ട് ഈ സഹനം മാറുന്നില്ല.
അങ്ങനെയുള്ള ചില സഹനങ്ങളാണ് നക്ഷത്രങ്ങളുടെ തിളക്കമുള്ളത്. അതെന്തോ നന്മയ്ക്കാണ്, അതേതോ ഒരു വിജയത്തിലേക്ക്, ഒരു നന്മയിലേക്ക് കൈപിടിച്ചുയർത്താനുള്ള അനുഗ്രഹത്തിൻ്റെ ഒരു വാതിലാണത്. ചില സഹനങ്ങൾ അനുഗ്രഹത്തിൻ്റെ വാതിലാണ്. ഒരിക്കലൊരു സ്ത്രീ തൻ്റെ ജീവിത പങ്കാളിയായ ഭർത്താവിൻ്റെ കൊടിയ ക്രൂരതയും വിഷമിപ്പിക്കലും എല്ലാം കാരണം ഒരു ബ്ലേഡുമായി വന്നിരിക്കുവാണ്. ബ്ലേഡുമായി ഞരമ്പ് കൊണ്ടു നടക്കുക ബാഗിൽ. ആ വ്യക്തി പറഞ്ഞു, ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ഈ സഹനമൊക്കെ മാറി വരും. അതെനിക്ക് പ്രതീക്ഷയില്ല ഫാദർ, ആ മനുഷ്യൻ മാറുമെന്ന് ഇനി ഞാൻ വിശ്വസിക്കില്ല. അയാൾ ദുഷ്ടനാണ്, അയാൾ മാറില്ല, ഒരിക്കലും മാറില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അച്ഛനാളെ അറിയില്ലല്ലോ, അറിയാത്തോണ്ടാണ് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തൊരു, എൻ്റെ മനസ്സിൽ ആ വ്യക്തി എൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾ യേശുവിൻ്റെ കുരിശിലേക്ക് നോക്ക്. അതിൻ്റെ ഒരു സൈഡിലേ യേശു ഉള്ളൂ, അതിൻ്റെ അപ്പുറം സൈഡ് ഫ്രീ ആണ്. അവിടെ ആരുമില്ല. ഒരു കാര്യം ചെയ്യ്, നീ വിശ്വസിക്കുന്നെങ്കിൽ യേശുവിൻ്റെ ആ കുരിശിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ നിൻ്റെ ജീവിത പങ്കാളിയെ ആ യേശുവിൻ്റെ ആ കുരിശിൻ്റെ അപ്പുറത്തെ സൈഡിൽ ചേർത്ത് നിർത്തുക, വിശ്വാസത്തിൽ, മനസ്സിൽ. അങ്ങനെ ആ വ്യക്തി അവിടെ ഉണ്ടെന്ന് കാണുക. എന്നിട്ട് പ്രാർത്ഥിക്കുക യേശുവിനോട്, കർത്താവേ, അങ്ങയുടെ ആ മുറിവോട് ചേർത്ത് ഈ മനുഷ്യനെ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആ കുരിശിനോട് ചേർത്ത് കെട്ടിവെച്ച് പ്രാർത്ഥിക്കുന്നു. ആ കുരിശിനോട് ചേർത്ത് കെട്ടിവെച്ച് പ്രാർത്ഥിക്കുന്നു. പിന്നീട് ആ വ്യക്തിയുടെ ജീവിതം എങ്ങനെയായി എന്നൊക്കെ അറിയണമെന്ന് പലവട്ടം ആഗ്രഹിച്ചിരുന്നു. പിന്നെ ഞാനത് മറന്നു. കുറേ നാളുകൾക്ക് ശേഷം സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് ആ സ്ത്രീ വന്ന്, ഇത് എൻ്റെ ഹസ്ബൻഡാണ്, ഓർക്കുന്നുണ്ടോ? അന്ന് എനിക്കൊരു പ്രാർത്ഥന പറഞ്ഞു തന്നിരുന്നു, യേശുവിൻ്റെ കുരിശിനോട് ചേർത്ത് വെച്ച് കെട്ടിവെച്ച് പ്രാർത്ഥിക്കാൻ. അത് അപ്പോൾ എങ്ങനെയുണ്ട്, മാറ്റമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഒരിക്കലും ഫാദർ, ഈ മനുഷ്യൻ ഇങ്ങനെ ഒരു പ്രാർത്ഥനാലയത്തിലോ ഇങ്ങനെ ഒരു സ്ഥലത്തൊക്കെ വന്ന് നിൽക്കുമെന്നൊന്നും ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചതല്ല. ഒത്തിരി മാറിയിരിക്കുന്നു, ഒരുപാട് മാറി. ആ പ്രാർത്ഥനയില്ലേ, അതാ എന്നെ ജീവിക്കാൻ പ്രേരിപ്പിച്ചത്. ഞാൻ അനുഭവിച്ച സഹനങ്ങൾക്ക് ചില നക്ഷത്രങ്ങളുടെ തിളക്കം എനിക്കിന്ന് ഫീൽ ചെയ്യുന്നു. നക്ഷത്രങ്ങളുടെ തിളക്കം അത് ശോഭയുള്ളതാണ്, അത് അഴകുള്ളതാണ്. ഇതുപോലെ ചില സഹനങ്ങൾ ശോഭയുള്ളതും അഴകുള്ളതുമായി മാറും. ചില സഹനങ്ങൾ മറ്റൊരു അനുഗ്രഹത്തിലേക്കുള്ള വാതിലായി മാറും. ചില സഹനങ്ങൾ, ചില മുറിവുകൾ തിരുമുറിവുകളായി മാറും. കർത്താവ്, ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, ഈ ദുഃഖ വെള്ളിയാഴ്ച പ്രാർത്ഥിക്കുമ്പോൾ, ഞങ്ങളുടെ ചെറുതും വലുതുമായ എല്ലാ സഹനങ്ങളെയും എല്ലാ വേദനകളെയും അങ്ങയുടെ കരങ്ങളിൽ പൂർണ്ണമായും ഏൽപ്പിച്ചു തരികയാണ്. ഇന്ന് ദുഃഖ വെള്ളിയാഴ്ചയാണ്. കുരിശിൻ്റെ വഴി പ്രാർത്ഥനയിലെ 14 സ്ഥലങ്ങളോടും ചേർത്ത് ഞങ്ങളുടെ ജീവിതത്തെയും ചേർത്ത് വയ്ക്കുന്നു. സഹനങ്ങളെ ചിലപ്പോൾ ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പോലും കഴിയുന്നില്ല. ചില സഹനങ്ങൾ ഞങ്ങളെ ഭ്രാന്ത് പിടിപ്പിക്കുന്നുണ്ട്, മടുപ്പിക്കുന്നു. ജീവിതം തന്നെ അവസാനിപ്പിച്ചാലോ എന്നൊക്കെ തോന്നും ചില സഹനങ്ങളുടെ മുമ്പിൽ. പക്ഷേ വിശ്വാസത്തിൽ അതിനെ കാണാൻ തുടങ്ങുമ്പോൾ, ദൈവത്തിൻ്റെ കണ്ണിലൂടെ കാണാൻ തുടങ്ങുമ്പോൾ ഒരു ദർശനം കിട്ടും, ഒരു വെളിച്ചം കിട്ടും. ചില സഹനങ്ങൾ മറ്റൊരനുഗ്രഹത്തിലേക്കുള്ള, മറ്റേതോ ഒരു അനുഗ്രഹത്തിലേക്കുള്ള ഒരു കവാടം പോലെ, ഒരനുഗ്രഹം പോലെ. നക്ഷത്രങ്ങളുടെ തിളക്കമുള്ള സഹനങ്ങളെ കളയല്, നക്ഷത്രങ്ങളുടെ തിളക്കമുള്ള സഹനങ്ങളെ കളയല്. അത് നിന്നെ കുറേ കൂടി മനോഹരമുള്ള ഒരു വ്യക്തിത്വമുള്ള, ഒരനുഗ്രഹമുള്ള ഒരു മനുഷ്യനാക്കി മാറ്റും. ചില സഹനങ്ങൾ ഇപ്പോൾ മാതാപിതാക്കൾ എന്ന നിലയിൽ ഒറ്റയ്ക്ക് സഹിക്കുന്നവരുണ്ട്, ജീവിത പങ്കാളി ഓർത്ത് സഹിക്കുന്നവരുണ്ട്, മക്കളെ ഓർത്ത് ഭാരപ്പെടുന്നവരുണ്ട്. മക്കളെ ഓർത്ത് മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരിക്കും അടിയും തെറിയും വഴക്കും, ഒരു ദിവസം സമാധാനമില്ല, കേസ്, പോലീസ്, ജയില്, പ്രശ്നങ്ങളുള്ള വീടുണ്ട്. ദൈവം ഇങ്ങനെ ഒരു ശപിക്കപ്പെട്ട വീട് എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ജീവിത പങ്കാളിയുടെ മദ്യപാന നിമിത്തം, സംശയം നിമിത്തം, ഒറ്റപ്പെടുത്തൽ നിമിത്തം മൈൻഡ് ചെയ്യുന്നില്ല, സ്നേഹം തരുന്നില്ല, പരിഗണിക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല. കല്യാണം കഴിച്ച് അയച്ച് ആ ചെന്ന് കയറിയ വീട്ടിലെ ചില വ്യക്തികളുടെ പെരുമാറ്റം മൂലമുള്ള ദുഃഖം, സാമ്പത്തിക പ്രശ്നം മൂലമുള്ള വേദന, രോഗം മൂലമുള്ള വേദനകൾ, പലതരത്തിൽ മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നവർ, ജീവിക്കണ്ട മരിച്ചാലോ എന്ന് ചിന്തിക്കുന്നവർ,
സഹനങ്ങൾ ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ്. മറ്റൊരാളുടെ സഹനം കാണുമ്പോൾ ചിലർ ചോദിക്കും, ഇതൊക്കെയാണോ സഹനം? ഇതൊക്കെയാണോ? അല്ല, അവരവരെ സംബന്ധിച്ച് അവനവൻ അനുഭവിക്കുന്ന ചെറിയ വേദന പോലും വലുതാണ്. എൻ്റെ വേദന എനിക്കാ വലുത്. വേറൊരാളുടെ സങ്കടം കേൾക്കുമ്പോൾ എനിക്ക് നിസ്സാരമായിട്ട് തോന്നി. ഇതൊക്കെയാണോ വിഷമം? ഇതൊക്കെയാണോടോ പ്രശ്നം എന്നൊക്കെ ചോദിക്കും. അവനവൻ്റെ വേദന വലുതാണ്. എന്തു വേദനയാകട്ടെ, ഈ ദുഃഖ വെള്ളിയാഴ്ച യേശുവിൻ്റെ കുരിശിനോട് അല്ല, ആ മുറിവിനോട് ചേർത്ത് വയ്ക്കുവാണ്. ഒരുപാട് വേദനയിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഞാനും ഒറ്റപ്പെട്ടിട്ടുണ്ട്, അവഗണിക്കപ്പെട്ടിട്ടുണ്ട്, താഴ്ത്തിക്കെട്ടിയിട്ടുണ്ട്, മറ്റുള്ളവരുടെ മുമ്പിൽ പുച്ഛിച്ചിട്ടുണ്ട്, പരിഹസിച്ചിട്ടുണ്ട്. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള വിചാരങ്ങളായതൊക്കെ. എന്നാലും നിങ്ങളോട് പറയാം, ചില മുറിവുകൾക്ക്, യേശുവിൻ്റെ കുരിശിനോട് ചേർത്ത് വയ്ക്കുന്ന ചില മുറിവുകൾക്ക് തിരുമുറിവുകളുടെ സൗന്ദര്യമുണ്ട്, നക്ഷത്രങ്ങളുടെ തിളക്കമുണ്ട്. സഹനങ്ങൾ ചിലപ്പോൾ അത് വലിയ വിചാരിക്കുന്നേക്കാൾ വലിയൊരു അനുഗ്രഹത്തിൻ്റെ കവാടമായി അത് മാറും. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ കുരിശിനോട് ചേർത്ത് ഈ ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെയും അങ്ങയുടെ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളെ, ഓരോ കുടുംബങ്ങളെ യേശുവേ നിൻ്റെ കുരിശിനോട് ചേർത്ത് വയ്ക്കുന്നു. കുരിശിനോട് ചേർത്ത് വയ്ക്കുന്നു. ഈ കുടുംബത്തെ കുരിശിനോട് ചേർത്ത് വയ്ക്കുന്നു. ചില വ്യക്തികളിലൂടെയാണ് ഞങ്ങൾക്ക് സഹനം, ചില പ്രിയപ്പെട്ടവരിലൂടെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ വേദന. നമ്മളൊത്തിരി സ്നേഹിച്ചവർ തന്നെയാണ് ഇപ്പോൾ വേദന തന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളൊത്തിരി വിശ്വസിച്ചവർ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വേദനയുടെ ആദ്യത്തെ തുടക്കം പോലും ഇട്ടത്. നമ്മളൊത്തിരി വിശ്വസിച്ചവരും ആത്മാർത്ഥതയോടെ കണ്ടവരുമാ ചിലർ നമ്മളെ ചതിച്ചത്, ചിലർ ഒഴിവാക്കിയത്, ചിലർ നമ്മളെ വേദനിപ്പിച്ചത്. എല്ലാവർക്കും നമ്മളെ വേദനിപ്പിക്കാൻ കഴിയില്ല. ശരീരത്തെ വേദനിപ്പിക്കുന്നവരെക്കാൾ മാരകമാണ് ആത്മാവിൽ മുറിവേൽപ്പിക്കുന്നവർ. അത് മറക്കാൻ കഴിയില്ല പെട്ടെന്നൊന്നും. അത് ഭീകരമാണ്. മറക്കാൻ ശ്രമിച്ചാലും അതിൻ്റെ ഓർമ്മകൾ കട്ടി കൂടിക്കൊണ്ടേയിരിക്കും. മറക്കാൻ എളുപ്പമല്ല ചിലത്. ശരീരത്തിൽ വേദനകൾ കുറച്ചു വർഷങ്ങൾ കൊണ്ട് മറക്കും. എന്നാൽ ആത്മാവിൽ മുറിവേൽപ്പിച്ചവരെ ചില മനുഷ്യരുടെ ജീവിതത്തിലുണ്ടല്ലോ, വേദനിപ്പിച്ച് കടന്നുപോയവരുടെ കാൽപാദങ്ങൾ കാണാം. ചില മനുഷ്യരുടെ ജീവിതത്തെ ശരിക്കും പരിശോധിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ചില മനുഷ്യരുടെ കാൽപ്പാടുകൾ, ഇതാരുടെയാണ്? എന്നെ വേദനിപ്പിച്ച് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ ആളുകളുടെ കാൽപ്പാടാണിത്. അതൊന്നും മറക്കാൻ കഴിയില്ല. പക്ഷേ യേശുവിൻ്റെ കുരിശിനോട് ചേർത്ത് വയ്ക്കുക. ചില മുറിവുകൾ തിരുമുറിവുകളായി മാറട്ടെ. അത് നിനക്കൊരു അത്ഭുത സാക്ഷ്യമായി മാറട്ടെ. ഇന്ന് ഏറ്റവും കൂടുതൽ സഹിച്ച ഒരു കാര്യമായിരിക്കട്ടെ നിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെ സാക്ഷ്യം. ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവ് എല്ലാ വേദനകൾ, ഹോസ്പിറ്റലിലുള്ളവർ, രോഗികളായ വീടുകളിൽ കഴിയുന്നവർ, വയ്യാതിരിക്കുന്നവർ, വേദന അനുഭവിക്കുന്നവർ, മാരക രോഗപീഠകളിലൂടെ കഴിഞ്ഞു പോകുന്നവർ, ഓപ്പറേഷൻ വിധേയമായവർ, വിവിധ തരത്തിൽ സങ്കടമുള്ളവരുണ്ട്. മക്കൾ ഓട്ടിസം ബാധിച്ചതിൻ്റെ പേരിൽ ആ ഒരു അവസ്ഥയിൽ കഴിഞ്ഞ് വേദനിക്കുന്നവരുണ്ട്. സംശയരോഗം, മാനസിക രോഗം, പലതരത്തിൽ വേദനിക്കുന്ന ഒരുപാട് പേരാണ്. സാമ്പത്തിക തകർച്ച, കുടുംബ തകർച്ച, സമാധാനമില്ല, സ്വസ്ഥതയില്ല, ആരോഗ്യ പ്രശ്നം, എല്ലാ വേദനകൾ ചെറുതാകാം വലുതാകാം, എന്തുമാകട്ടെ എല്ലാ വേദനകളെയും ഇന്ന് യേശുവിൻ്റെ കുരിശിനോട് ചേർത്ത് വയ്ക്കുകയാണ്. ഈ വ്യക്തി ഒന്ന് മാറിയിരുന്നെങ്കിൽ, ഈ വ്യക്തിക്കൊരു മാനസാന്തരം ഉണ്ടായിരുന്നെങ്കിൽ, ഈ വ്യക്തി ഒന്ന് നന്നായി ഒന്ന് ചിന്തിച്ചായിരുന്നെങ്കിൽ, ഈ വ്യക്തിക്കൊരു സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ, ഈ വ്യക്തിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ, എന്തെല്ലാം പ്രാർത്ഥനകളല്ലേ ഉള്ളത്. എല്ലാം യേശുവിൻ്റെ കുരിശിനോട് ചേർത്ത് വയ്ക്കാം. കുരിശാണു രക്ഷ, കുരിശിലാണു രക്ഷ, കുരിശെ നമിച്ചിടുന്നു. നമ്മുടെ ഈ ആലയത്തിലും ഈ കൽക്കുരിശിൽ നിയോഗത്തോടെ എണ്ണയൊഴിച്ച ലക്ഷങ്ങൾ ആളുകളുണ്ട്. കൽക്കുരിശിൽ എണ്ണയൊഴിച്ച് പ്രാർത്ഥിച്ച് ഓരോരുത്തരെയും ഇന്നോർത്ത് പ്രാർത്ഥിക്കുവാണ്. യേശുവിൻ്റെ നാമത്തിൽ ഈ ദുഃഖ വെള്ളിയാഴ്ച വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തിൽ നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. നല്ലൊരു ദുഃഖ വെള്ളിയാഴ്ച, ഇംഗ്ലീഷിൽ ഗുഡ് ഫ്രൈഡേ എന്നാണല്ലോ, നിങ്ങൾക്ക് ആശംസിക്കുന്നു. പ്രത്യേകം പ്രാർത്ഥിക്കുന്നു എന്ന് നിങ്ങൾക്ക് വേണ്ടി. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ ഓരോരുത്തരുമുണ്ട്. നാളെ ദുഃഖ ശനിയാഴ്ചയാണ്. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.